ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് ടാങ്കി ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വറുത്തരച്ച കറി ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് മറ്റൊന്നും കണ്ടല്ല ഉണ്ടാക്കുന്നത്, ഇടിഞ്ചക്ക കൊണ്ടാണ്. വറുത്തരച്ച കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഇടിഞ്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി. മുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ അടിയിലിട്ടിട്ട് മുറിച്ചാൽ നമുക്കധികം കറിയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ആവത്തില്ല. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം മതി. അതിൻ്റെ ഈ കരിന്തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ ഈ കറയൊന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് തൂത്ത് മാറ്റണം. ഇതിൻ്റെ ഈ കരിന്തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ശരിക്കും പച്ചയായിട്ടുള്ള ഭാഗമില്ല, അത് മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി കേട്ടോ. അധികം ഒന്നും ചെത്തിക്കളയണ്ട. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കൂനിയോ ഭാഗങ്ങളൊന്നും ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കരിന്തൊലി മാത്രം കളഞ്ഞാൽ മതി. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം. കയ്യിലൊക്കെ ചക്കയുടെ മുളഞ്ഞീനുണ്ട്. നമുക്ക് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കളയണം. കത്തിയും കൈയൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയാം. ഇടിഞ്ചക്ക വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഈ കറിക്ക് വേണ്ട കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങയുടെ നിറം പതുക്കെ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കണം. ഈ സവോള ഒരു ഇടത്തരം സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കണം. മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലി ആകുമ്പോൾ കണ്ടല്ലോ, മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും മല്ലിപ്പൊടിയേക്കാളും. അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് അങ്ങനെ അധികം ഇഷ്ടമല്ലാത്തവരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 3 മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുളകില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കണം. 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, കരിഞ്ഞു പോകാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തേങ്ങ കണ്ടോ ചുമന്ന് വരുന്നുണ്ട്. ഇനി അധിക നേരമൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ കണ്ടോ തേങ്ങയുടെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അധിക നേരം ഇട്ട് വറുത്താൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇടിഞ്ചക്ക നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇപ്പോൾ ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി 2 തക്കാളി എടുത്തിട്ട് ഇടത്തരം തക്കാളി എടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇടിഞ്ചക്ക ചേർത്ത് കൊടുക്കുക. ഇടിഞ്ചക്ക ആദ്യം 3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം. ഇനി ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് കറി വാങ്ങി വയ്ക്കാം. അങ്ങനെ ഇടിഞ്ചക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അമ്മ ഇത് അപ്പത്തിന്റെ കൂടെ തന്നപ്പോ ഞാൻ വിചാരിച്ചത് ഇത് ചിക്കനാണെന്ന്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.